പ്രിയ സജ്ജനങ്ങളെ, നമസ്കാരം. രണ്ട് ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഒന്ന് ശ്രീകൃഷ്ണന്റെ ശിഷ്യൻ അർജുനൻ, ശ്രീരാമന്റെ ശിഷ്യൻ ഹനുമാൻ. ഹനുമാന് വേണ്ടി നമ്മൾ ലോകം മുഴുവൻ അമ്പലങ്ങൾ പണിതു. പക്ഷെ അർജുനു വേണ്ടി വളരെ കുറച്ച് വിരലെണ്ണാവുന്ന ക്ഷേത്രങ്ങളെ ഭൂമിയിലുള്ളൂ. രണ്ടുപേരും ശിഷ്യന്മാരാണ്, രണ്ടുപേരും സമർത്ഥരുമാണ്. പക്ഷെ ഗുരുനാഥനിൽ അചഞ്ചലമായ വിശ്വാസമാണ് ഒരു ശിഷ്യനെ ശിഷ്യനാക്കുന്നത്. ഇപ്പോൾ വേദാന്തികളായ ശിഷ്യന്മാർക്ക് പല സംശയങ്ങളും വരും. ഈ സംശയങ്ങൾ വരുമ്പോൾ അവർ ഗുരുനാഥന്റെ അരികിൽ പോയിട്ട് ഇരിക്കും. ഗുരു മൗനവ്രതത്തിലായിരിക്കും. ഒരു മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂറൊക്കെ ഗുരുവിന് മുന്നിൽ ഇരിക്കുന്നു. എല്ലാ സംശയങ്ങളും മാറിയിട്ട് അവർ തിരികെ പോകുന്നു. ഇതെന്താണ് അത്ഭുതം? വാചാലനാകണമെന്ന് നിർബന്ധമേയില്ല ഗുരുനാഥൻ. നിങ്ങൾക്കൊരാശയത്തെ ലഭിക്കുവാൻ, നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി ലഭിക്കുവാൻ ഗുരുവിന്റെ സാന്നിധ്യം മതിയാവും. ഇപ്പൊ അമൃതാനന്ദമയി അമ്മയുടെ മഠത്തിലൊക്കെ ആളുകൾ പോയിട്ട് അവിടെ തൂത്തു വൃത്തിയാക്കുന്നു, നിലം വൃത്തിയാക്കുന്നു, ഇതൊക്കെയാണ് ചെയ്യുക. അമ്മയെ കണ്ടു എന്ന് പോലും വരില്ല. പക്ഷേ അമ്മയുടെ ആശ്രമത്തിൽ എത്തുമ്പോൾ അവരുടെ സാന്നിധ്യം തന്നെയാണ് നമ്മുടെ തൃപ്തി. ഇത് ഓരോ ഗുരുനാഥനും ശിഷ്യന്മാരും അനുഭവിച്ച ഭാരതത്തിന്റെ മാത്രമായ അനിർവചനീയമായ ഒരു ആനന്ദമാണ്. അവിടെയാണ് ഹനുമാൻ ഹൃദയത്തിലാണ് തൻ്റെ ഗുരുവിനെ പ്രതിഷ്ഠിച്ചത്. എന്നാൽ അർജുനൻ നിരന്തരം സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. സംശയങ്ങൾ ചോദിക്കൽ തെറ്റാണോ? അർജുനൻ അങ്ങനെ സംശയമുള്ളത് കൊണ്ടായിരുന്നു നമുക്ക് ഭഗവത്ഗീത ലഭിച്ചത്. നമ്മളെ സംബന്ധിച്ചത് വളരെ ഗുണം ചെയ്തു. പക്ഷേ സംശയാത്മാ വിനശ്യതി എന്ന് പറയാറുണ്ട്. സംശയമുള്ള ആള് അനുദിനം നശിച്ചുകൊണ്ടേയിരിക്കുക ചെയ്യാം. എന്തുകൊണ്ട്? അവർക്ക് ഒരിക്കലും സ്വൈരം കിട്ടില്ല. അത് കുടുംബത്തിലാവട്ടെ, ഭാര്യാഭർത്തൃ ബന്ധത്തിലാവട്ടെ, അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധത്തിലാവട്ടെ, സഹോദരങ്ങൾ തമ്മിലാവട്ടെ, വിശ്വാസമില്ല എങ്കിൽ എപ്പോഴും എന്തായിരിക്കും? മനസ്സ് അസ്വസ്ഥമായിരിക്കും. അപ്പൊ അവിടെയാണ് അചഞ്ചലമായ വിശ്വാസം ഗുരുവിലുണ്ടാവുക. ഇത് ഹനുമാൻ ഉണ്ടായിരുന്നു, അർജുൻ ഉണ്ടായിരുന്നില്ല. വിശ്വരൂപം കാണിച്ചു കൊടുത്തു ഭഗവാൻ. ഞാൻ ഇതാണ് അർജുന. അങ്ങനെ ഭഗവാന്റെ വിശ്വരൂപം കാണുന്നു. 11-ാമത്തെ അധ്യായമാണല്ലോ വിശ്വരൂപ ദർശന യോഗം. ആ വീരപ്പല്ലുകൾക്കിടയിൽപ്പെട്ട് കൗരവരും പാണ്ഡവരും എല്ലാം ഞെരിഞ്ഞമരുന്നത് കണ്ടിട്ട് അർജുന് ബോധ്യം വന്നു, സൃഷ്ടിസ്ഥിതി സംഹാരമെല്ലാം എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഭഗവാനാണ്. അതുകൊണ്ട് ഞാൻ കൊന്നില്ലെങ്കിലും ഭീഷ്മരും ദ്രോണരും കർണനും എല്ലാം മരിക്കും. പക്ഷെ ഇന്ന് അവരെ ഇല്ലാതാക്കേണ്ടത് ധർമ്മത്തിന്റെ ആവശ്യമാണ്. ഇപ്പൊ ശരീരം എന്ന് പറഞ്ഞാൽ അനുദിനം ഇല്ലാതാകുന്നത്, ക്ഷയിക്കുന്നത് എന്നാണ് അർത്ഥം. പക്ഷേ ശരീരത്തെ ശരീരമാക്കുന്നത്, ദേഹത്തെ ദേഹി ഉണ്ടെങ്കിൽ മാത്രമേ ദേഹത്തിന് പ്രസക്തിയുള്ളൂ. ദേഹി ആത്മാവും ദേഹം ശരീരവും. അപ്പൊ ഇവിടെ ഈ കാര്യങ്ങളെല്ലാം വിശ്വരൂപത്തിലൂടെ ബോധ്യപ്പെടുത്തിയിട്ടും അർജുന്റെ സംശയം മാറിയോ? പിന്നീടും 7 അധ്യായമുണ്ട് ഭഗവത്ഗീതയിൽ. 11-ാമത്തെ അധ്യായമാണ് വിശ്വരൂപ ദർശനം. അവിടെ എല്ലാം നിരന്തരം സംശയങ്ങൾ ചോദിച്ച് ആ സംശയങ്ങൾക്കുള്ള മറുപടിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെട്ടവനാണ് അർജുനൻ. അതൊരിക്കലും തെറ്റല്ല, അതൊരു ശാസ്ത്രബുദ്ധിയാണ്. നമ്മൾ എപ്പോഴും കുട്ടികളെ ചോദ്യം ചെയ്യുവാൻ പഠിപ്പിക്കണം. പക്ഷെ ആ ചോദ്യങ്ങളെല്ലാം പോസിറ്റീവായിരിക്കണം. ചോദ്യങ്ങൾ ഒരാളെ ഇകഴ്ത്തുന്നതാകരുത്, ഒരാളുടെ അറിവിനെ അനാവശ്യമായി ചോദ്യം ചെയ്യുന്നതാകരുത്, ഒരാളെ അളക്കുവാനും വേണ്ടിയാകരുത്. അറിയുവാനുള്ളതാണ് ചോദ്യങ്ങൾ. എനിക്കറിയാത്ത കാര്യങ്ങൾ മറ്റൊരാളോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് ശരിയായ ചോദ്യമാണ്. അർജുനന് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ടായിരുന്നു. അത് ഭഗവാനോട് ചോദിച്ചു മനസ്സിലാക്കി. അങ്ങനെ ഭഗവാന്റെ മുഖത്തു നിന്നും ഭഗവത്ഗീത കേട്ടുപഠിച്ചിട്ടും അർജുനന് അഭിമന്യു മരിച്ചപ്പോൾ ഇത് ഉപകരിക്കപ്പെട്ടില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു, പക്ഷെ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമുക്കിത് ഉപകരിക്കുന്നുവെങ്കിൽ അവിടെയാണ് പ്രസക്തി. ഭ്രാന്തൻ പട്ടി കടിക്കാൻ വരുമ്പോൾ മരത്തിൽ ചാടി കയറണം എന്ന വിദ്യ ഞാൻ പഠിച്ചിട്ടുണ്ട് പുസ്തകത്തിൽ. പക്ഷേ പട്ടി കടിക്കാൻ വന്നു, അത് എന്നെയും കടിച്ചു പോയി എങ്കിൽ ഞാൻ പഠിച്ച പുസ്തകത്തിലെ വിദ്യ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഇവിടെയാണ് അർജുന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ മകൻ, സുഭദ്രയിലുണ്ടായ മകൻ അഭിമന്യു കൊല്ലപ്പെട്ടു, ചതിയിൽ കൊല്ലപ്പെട്ടു. തൻ്റെ അസാന്നിധ്യത്തിൽ പത്മവ്യൂഹത്തെ ഭേദിക്കുവാൻ പോയ തൻ്റെ മകൻ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞതും ഒരൊറ്റ സത്യപ്രതിജ്ഞയാണ്. ജയദ്രഥ, മരണത്തിന്റെ കാരണക്കാരൻ ജയദ്രഥനാണ്. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിന്നെ കൊന്നില്ല എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്യും.
അപ്പൊ ഭഗവാൻ ചോദിക്കുന്നുണ്ട്, കൃഷ്ണൻ ആരോട് ചോദിച്ചിട്ടാ മോനെ ഇത്ര വലിയ പ്രതിജ്ഞയൊക്കെ എടുത്തത്? നീ കൊല്ലുമെന്ന് പറഞ്ഞോളൂ, പക്ഷെ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ എന്തിന് തീയിൽ ചാടി മരിക്കുമെന്ന് പറഞ്ഞു. കാരണം നിന്നെ സകല വിദ്യകളും അഭ്യസിപ്പിച്ച ഗുരുവായ ദ്രോണാചാര്യരാണ് അപ്പുറത്തിരിക്കുന്നത്. ചക്രവ്യൂഹം ഉണ്ടാക്കി അതിന്റെ ഉള്ളിൽ ജയദ്രഥനെ പ്രതിഷ്ഠിച്ചാൽ ദേവേന്ദ്രന് പോലും കണ്ടെത്താൻ കഴിയില്ല. ഇത് തന്നെ സംഭവിച്ചു. ഒടുവിൽ ഭഗവാൻ എന്താ ചെയ്തത്? 6 മണിക്ക് അസ്തമനം, 5:50 സുദർശന ചക്രം ഉപയോഗിച്ചുകൊണ്ട് സൂര്യനെ മറച്ചു. മായാശക്തി കൊണ്ട് സൂര്യനെ മറച്ചിട്ട് കൃത്രിമമായ സന്ധ്യയെ ഉണ്ടാക്കിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു എന്ന് കരുതി ചക്രവ്യൂഹത്തിൽ നിന്നും പുറത്തേക്ക് വന്നവനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു അവന്റെ തല കൊയ്യൂ എന്ന്. അങ്ങനെയാണല്ലോ അർജുനൻ അന്ന് തീയിൽ ചാടാതെ രക്ഷപ്പെട്ടത്. അപ്പൊ അർജുനന്റെ ജീവിതത്തിൽ ഭഗവത്ഗീത ഈ ഒരു ഘട്ടത്തിൽ ഉപകരിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഭഗവത്ഗീതയെ നമുക്ക് നൽകിയ വ്യാസഭഗവാൻ വിസ്തരിച്ച് ധ്യാനയോഗത്തിൽ പറഞ്ഞു, ഇത് അർജുനു വേണ്ടി കൊടുത്തതല്ല. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം. അർജുനെ നിമിത്തമാക്കി ഭഗവാൻ നാരായണൻ പറഞ്ഞതാ. വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം. പുരാണമുനിയായ വ്യാസനാൽ ഇത് വിസ്തരിച്ചങ്ങോട്ട് എഴുതി. ഭഗവാൻ ഒരു 1-2 മണിക്കൂറേ പറഞ്ഞിട്ടുള്ളൂ. അത് ഭഗവാൻ വേദവ്യാസൻ വിസ്തരിച്ചെഴുതി. മധ്യേ മഹാഭാരതത്തിന്റെ മധ്യത്തിലായിട്ട് നമുക്കത് ലഭിച്ചു. അപ്പൊ അർജുന്റെ ആശയക്കുഴപ്പം കൊണ്ട് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, നമുക്ക് മഹത്തായ ഭഗവത്ഗീതയെ ലഭിച്ചു. എന്നാൽ ഇവിടെ ഹനുമാനെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ശ്രീരാമസ്വാമിയുടെ ആജ്ഞയെ മറു ചോദ്യങ്ങളൊന്നും ഉന്നയിക്കാതെ ശിരസാ വഹിക്കുക, ഇതാണ് വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം. ഏത് ബന്ധത്തിലും നാം കാത്തു സൂക്ഷിക്കേണ്ടത് ഈ വിശ്വാസമാണ്. എൻ്റെ ഉള്ളിൽ എന്തുണ്ട് എന്ന് നിങ്ങൾക്ക് ആർക്കും പറയാൻ കഴിയില്ല. നിങ്ങളുടെ ഉള്ളിലുള്ളത് എനിക്കും പറയാൻ കഴിയില്ല. എന്നിൽ നിങ്ങൾക്കും നിങ്ങൾക്ക് എന്നിലും എനിക്ക് നിങ്ങളിലുമുള്ള വിശ്വാസമാണ് ഒരു സംഘടനയെ നിലനിർത്തുക. ഈ ബന്ധങ്ങളും വിശ്വാസവും തന്നെയാണ് ഒരു കുടുംബത്തെ നിലനിർത്തുക. എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം നമ്മെ പഠിപ്പിച്ചത് ഹനുമാനാണ്. അവിടെയാണ് ഹനുമാൻ ഹൃദയം പിളർന്നപ്പോൾ രാമനും സീതയും എന്ന് വെച്ചാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ രാമന്റെയും സീതയുടെയും പിക്ചർ വെച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബന്ധങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക. ബന്ധങ്ങൾ ഏതുമാവട്ടെ, അതിന് ഹൃദയത്തിൽ സ്ഥാനം ഉണ്ടാകണം. ഹൃദയത്തിൽ സ്ഥാനങ്ങളില്ലാത്ത ബന്ധങ്ങൾ കേവലം അഭിനയങ്ങൾ മാത്രമായി പോകും. ഹൃദയത്തിൽ സ്ഥാനമില്ലാത്ത ബന്ധങ്ങൾ അരോചകങ്ങളായി മാറും. ഹൃദയത്തിൽ സ്ഥാനമില്ലാത്ത ബന്ധങ്ങൾ ഒരുപാട് കാലം മുന്നോട്ട് പോകുന്നതുമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കൽ വളരെ രസകരമായൊരു അനുഭവം ഉണ്ടായിരുന്നു. നമ്മുടെ ഉത്തരകാണ്ഡത്തിൽ തിരിച്ചു കൊട്ടാരത്തിൽ എത്തിയപ്പോ അന്തഃപുരത്തിൽ നിന്ന്, അല്ലെങ്കിൽ രാമനും സീതയും ഒന്നിച്ച് ജീവിക്കുന്ന ആ മുറിയിൽ നിന്ന്, കൊട്ടാരത്തിൽ നിന്ന് ഹനുമാൻ പുറത്തേക്ക് പോകുന്നില്ല. അപ്പൊ ഹനുമാൻ പുറത്തേക്ക് പോകാതായപ്പോൾ സീത പറഞ്ഞു, ഹനുമാൻ ഒന്ന് പുറത്തേക്ക് പോകൂ. അപ്പോൾ പറഞ്ഞു, എന്റെ സ്വാമിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ചെയ്തു കൊടുക്കാൻ ആരുണ്ട്? അപ്പൊ ഞാനില്ലേ, ഭാര്യയായ ഞാനില്ലേ? അപ്പോൾ പറഞ്ഞു, ആ സമയത്താണ് ഹനുമാൻ ശ്രീരാമൻ ഒരു കോട്ടുവാഴ്ത്തും. രസകരമായൊരു കഥയാണ്. ശ്രീരാമൻ കോട്ടുവായിട്ടപ്പോ ഇങ്ങനെ ഞൊടിക്കുമല്ലോ, നമ്മൾ കോട്ടുവായിട്ടാൻ ഞൊടിക്കുമല്ലോ. ഇത് കണ്ടപ്പോ തന്നെ ഹനുമാൻ ഓടി വന്ന്, അയ്യോ സ്വാമി, നിങ്ങളല്ല ഞൊടിക്കേണ്ടത്, നിങ്ങൾ കോട്ടുവായിട്ടാ മതി, ഞാൻ ഞൊടിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഹനുമാനോട് ശ്രീരാമൻ പറഞ്ഞു, ഹനുമാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ആ കാണുന്ന കൊട്ടാരത്തിന്റെ മട്ടുപ്പുരയിൽ കയറി ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഹനുമാൻ മട്ടുപ്പുരയിലുമായി, ശ്രീരാമൻ അന്തഃപുരത്തിലുമായി. അപ്പോൾ ശ്രീരാമൻ ഇങ്ങനെ ചിന്തിച്ചു, എന്റെ പ്രിയപ്പെട്ട ഹനുമാൻ അവിടുന്ന് ഇങ്ങനെ ഞൊടിക്കുന്നുണ്ടാകുമല്ലോ. അപ്പോ ഹനുമാൻ ചിന്തിക്കുകയാണ്, എന്റെ സ്വാമി കോട്ടുവാടുന്നുണ്ടാകുമല്ലോ എന്ന്. അങ്ങനെ രാവിലെ വരെ ശ്രീരാമൻ കോട്ടുവായിട്ട് എന്നും ഹനുമാൻ ഞൊടിച്ചുകൊണ്ടേയിരുന്നു എന്നും രസകരമായിട്ട് ഒരു കഥ പറയാറുണ്ട്. അപ്പൊ അത്രമാത്രം അചഞ്ചലമായ സ്നേഹവും വിശ്വാസവുമായിരുന്നു ശ്രീരാമന് ഹനുമാനോടും ഹനുമാന് ശ്രീരാമനോടും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ബന്ധത്തിന്റെ സ്ഥാനം ഹൃദയത്തിലായിരുന്നു. ഇവിടെ നമ്മളെ ഹനുമാൻ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ് ബന്ധങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക. ആ ബന്ധം ചിരകാലം നിലനിൽക്കും. ആ ബന്ധങ്ങൾക്ക് പത്തരമാറ്റിന്റെ സൂര്യശോഭയുണ്ടാകും. അവിടെയെല്ലാം രാമായണത്തിലെ ഓരോ രംഗങ്ങളും നമുക്ക് മാതൃകാപരമാണ്. കിഷ്കിന്ധ കാണ്ഡം, ബാലി, സുഗ്രീവ, ഹനുമാന്മാരെ പരിചയപ്പെടുമ്പോൾ എത്ര പ്രബലരായിട്ടുള്ള വാനരന്മാരാണ് ബാലിയും സുഗ്രീവനും ജാമ്പവാനും. പക്ഷേ നമ്മൾ ലോകം മുഴുവൻ അമ്പലം ഉണ്ടാക്കിയത് ഹനുമാൻ സ്വാമിക്ക് മാത്രമല്ലേ? ബാലിക്ക് എന്താ ശക്തിയില്ലേ? സുഗ്രീവന് ശക്തിയില്ലേ?
പക്ഷേ അവരെല്ലാം ഒരുപാട് നെഗറ്റീവുകൾ കാണിക്കുവാനുണ്ടായിരുന്നു. ഒരു നെഗറ്റീവും ഇല്ലാത്ത അടുത്ത കാണ്ഡമാണ് സുന്ദരകാന്ഡം. രാമായണത്തിലെ സുന്ദരനാരാ? അത് ശ്രീരാമനോ ലക്ഷ്മണനോ ഭരതനൊന്നും അല്ല. ആരാണ്? ഹനുമാനാണ്. അപ്പൊ നമുക്കൊക്കെ അടുത്ത കാണ്ഡത്തെ അടുത്ത വരുന്ന ദിവസങ്ങളിൽ പഠിക്കാം. എന്നാലും കോഴിക്കോട് ജില്ല മനോഹരമായിട്ട് ഈ ഒരു രാമായണ മാസത്തെ ആചരിക്കുന്ന രണ്ടാമത്തെ അവസരത്തെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു. നല്ല പാരായണവും ഏറ്റവും നല്ല പ്രഭാഷണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ശ്രീരാം.